ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സും ലൈക്സും വ്യൂസും നേടാൻ പറ്റിയ ഒരു കിടിലം വെബ്സൈറ്റുമായിട്ടാണ് മച്ചന്മാരെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലൈക്സും വ്യൂസും ഫോളോവേഴ്സും എല്ലാം കിട്ടുന്നതായിരിക്കും. ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിന് യാതൊരു പ്രോബ്ലവും വരത്തില്ല. അക്കൗണ്ട് സേഫാണ്. ഇതിനകത്ത് ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചാണ് ലോഗിൻ ചെയ്യുന്നത്. ഒരിക്കലും ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പാടില്ല. ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ ടൈം ആകുമ്പോൾ മാത്രം യൂസർ നെയിം മാത്രം കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയായി കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇതിനകത്ത് വഴി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ലൈക്കും ഫോളോവേഴ്സും എല്ലാം നേടാൻ സാധിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ കാണുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ടോ, ഓപ്പൺ വെബ്സൈറ്റ് എന്നുള്ളത്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അതിൽ ഈ 5 സ്റ്റാർ അടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഞ്ചാമത് കാണുന്ന ആ ഒരു സ്റ്റാർ കണ്ടോ, ആ ഒരു സ്റ്റാറിനകത്ത് പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഫുള്ള് 5 സ്റ്റാർ ആവും. ഒരു 3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പോസ്റ്റ് എന്ന് പറയുന്ന ഒരു നീല ബോക്സ് കണ്ടില്ലേ, ആ ഒരു നീല ബോക്സിനകത്ത് നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് പ്രസ് ചെയ്യുമ്പം അടുത്ത ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. എന്നിട്ട് അതിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സീൻ യുവർ റിവ്യൂസ് എന്നുള്ള ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു ബോക്സ്, അതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മാപ്പിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ മാപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ താഴോട്ട് ഓരോരുത്തരും 5 സ്റ്റാർ റേറ്റിംഗ് അടിച്ചേക്കുന്നത് സ്ക്രോൾ ചെയ്ത് മേലോട്ടും താഴോട്ടും അതിലൊന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. ഇതേപോലെ 5 സ്റ്റാർ മാത്രം അടിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സും ലൈക്സും വ്യൂസും ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അന്നേരം അതിനുശേഷം അതിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം താഴോട്ടും മേലോട്ടും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്തൊക്കെ ഒന്ന് നോക്കി നമ്മൾ ആ മാപ്പിനെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഗോ ടു വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. നമുക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ്. അന്നേരം അതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ താഴെ കാണുന്നുണ്ടോ, മൂന്നാമത് കാണുന്ന സെൻഡ് ഫോളോവേഴ്സ്, ആ ഒരു ഓപ്ഷനകത്താണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അന്നേരം ഇതിനകത്ത് കണ്ടില്ലേ യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ. അന്നേരം ഇതിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡേ കൊടുക്കാവുള്ളൂ. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ യൂട്യൂബിനകത്ത് വീഡിയോ കണ്ടതിന് ശേഷം ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഒരിക്കലും ഒറിജിനൽ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യാനേ പാടില്ല കേട്ടോ. അന്നേരം ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യുന്നുണ്ട്. അന്നേരം ലോഗിൻ ചെയ്യുമ്പോൾ അടുത്ത ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അന്നേരം ഞാൻ എൻ്റെ യൂസർ നെയിം അടിച്ചിട്ടുണ്ട്, എൻ്റെ പാസ്വേഡും അടിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് പോയിട്ടുണ്ട്. അതാണ്ട് സെൻഡ് ഫോളോവേഴ്സ് 20 എന്ന് കാണിച്ചേക്കുന്നുണ്ടോ. അന്നേരം നമ്മൾ അതിലേക്കാണ് ഇനി പോകേണ്ടത്. ആ ഒരു ഓപ്ഷനകത്ത് നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ യൂസർ നെയിം എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കല്ലേ നമുക്ക് ഫോളോവേഴ്സ് നേടേണ്ടത്. അന്നേരം നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം അവിടെ കൊടുക്കണം. അന്നേരം നമ്മുടെ അക്കൗണ്ടിലേക്ക് സേഫായിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ആവും. ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടത് ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡുമാണ്. ഇതിനകത്ത് നമ്മൾ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട യൂസർ നെയിം എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ്. ആർക്കാണോ ചെയ്യേണ്ടത് അവരുടെ യൂസർ നെയിം കൊടുക്കണം. എൻ്റെ യൂസർ നെയിം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന ആ ഒരു പച്ച ബോക്സ് കണ്ടില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 20 ഫോളോവേഴ്സാണ് നമുക്ക് ചെയ്യേണ്ടത്. അന്നേരം അത് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. അന്നേരം അവിടെ 10 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ആണ് വേണ്ടത്, 20 അല്ലേ വേണ്ടത്. 10 മാറ്റിയതിന് ശേഷം 20 കൊടുത്തുകൊണ്ട് സെൻഡ് ഫോളോവേഴ്സ് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അന്നേരം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങും. ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ പ്രൂഫ് കാണിക്കാത്ത എന്താണെന്നറിയാമോ, കാരണം നമുക്ക് ഈ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം ആപ്പൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ഈ യൂട്യൂബ് വീഡിയോയ്ക്കൊക്കെ സ്ട്രൈക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരുടെ ചാനലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, അതേപോലെ പോകാൻ സാധ്യതയുണ്ട്. ഇത് ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ പ്രൂഫാണ് ഇതാണ്ട് ഈ താഴെ ഓരോന്നോരോന്നായിട്ട് പച്ച കളർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മുടെ അതിനകത്തോട്ട് അക്കൗണ്ടും ബാക്കിലോട്ട് പോകുന്നുണ്ടോ. അന്നേരം ഫോളോവേഴ്സ് ഇപ്പോൾ 9 ആയിട്ടുണ്ട്, 20 കടന്നത് 11 മാറി ഇപ്പോൾ 9 ആയിട്ടുണ്ട്, ഇപ്പോൾ 7 ആയിട്ടുണ്ട്. അന്നേരം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫോളോവേഴ്സ് നേടാൻ പറ്റുമെന്ന് ഞാൻ 100%
ഉറപ്പിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റും ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ഓപ്പൺ ചെയ്താണ് ഈ ഒരു വെബ്സൈറ്റിൽ പോകേണ്ടത്. ഇതിനകത്ത് ഫേക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്ത് ലോഗൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ ഒരു ഫേക്ക് അക്കൗണ്ട് വഴി വീണ്ടും ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു പെട്ടെന്ന് തന്നെ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫേക്ക് അക്കൗണ്ട് വഴി നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇനി പുതുപുത്തൻ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.